ഹായ് ഓൾ. ഇന്ന് നമുക്ക് PFൽ ECR എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ PFൻ്റെ സൈറ്റ് എടുക്കാം. അതിൽ നോർമലി ചെയ്യുന്ന പോലെ തന്നെ യൂസർ നെയിം, പാസ്വേഡ്, പിന്നെ താഴെ വരുന്ന ക്യാപ്ച അത് അടിച്ചു കൊടുത്തിട്ട് സൈൻ ഇൻ ചെയ്യാം. ഇപ്പം നമ്മുടെ PFൻ്റെ സൈറ്റ് സൈൻ ഇൻ ആയിട്ടുണ്ട്. ഇനി അതിൽ മെനു മുകളിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതിൽ പേയ്മെൻറ്റ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. പേയ്മെൻറ്റ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പം അതിൽ ഫസ്റ്റ് ഓപ്ഷൻ റിട്ടേൺ ഫയലിംഗ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. അപ്പം അതിന് നമ്മൾ ഇതിനു മുമ്പ് പ്രീവിയസ് മന്ത്സ് നമ്മൾ കൊടുത്ത ECR സബ്മിറ്റ് ചെയ്ത ECR അതിൻ്റെ പേ ഓപ്ഷൻ എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ഇപ്പം നമുക്ക് പെൻഡിങ് ഓപ്ഷനായിട്ട് നിൽക്കുന്നത് ഇപ്പം ലാസ്റ്റ് ചെയ്യേണ്ട മെയ് മാസമാണ്. ഇതിൽ നിൽക്കുന്നത് ഇപ്പം ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട മെയ് 2026 ആണ് പെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പം ഏപ്രിൽ വരെ നമ്മൾ പേയ്മെൻറ്റ് കൺഫേം ആണ് ചെയ്തിട്ടുണ്ട് ഈ സൈറ്റിൽ ഇപ്പം നോക്കുമ്പം. അപ്പം അതിൽ മെയ് 2026 എന്നുള്ളതിന് താഴെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വ്യൂ ഓർ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. വ്യൂ ഓർ അപ്ലോഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് അതിൽ ECR നോട്ട് പാഡ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്കാണ് വരുന്നത്. അതിൽ വേജ് മന്ത് മെയ് 2026 കിടക്കുന്നുണ്ട്. റിട്ടേൺ ഫയൽ എന്നുള്ളിടത്ത് നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നോട്ട് പാഡ് ചൂസ് ചെയ്യുക. അത് ചൂസ് ചെയ്തതിന് ശേഷം റിട്ടേൺ ടൈപ്പ് റെഗുലർ റിട്ടേൺ, കോൺട്രിബ്യൂഷൻ റേറ്റ് 12%, റിമാർക്സ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. ഇപ്പം ഞാനിവിടെ മെയ് 2026 തന്നെയാണ് കൊടുക്കുന്നത്. അത് കൊടുത്തിട്ട് അപ്ലോഡ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പം അതൊന്നും കൂടി അതിൽ ഡിസ്പ്ലേ വരും. കറക്റ്റ് ആണോ നോക്കുക. വേജ് മന്ത്, റിട്ടേൺ ടൈപ്പ്, കോൺട്രിബ്യൂഷൻ റേറ്റ് അതൊന്നും കൂടി കൺഫേം ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പം അത് അപ്ലോഡ് ആവും. അപ്പോൾ ഇപ്പം നമ്മൾ അപ്ലോഡ് ആയപ്പോൾ നമുക്കൊരു മെസ്സേജ് കാണിച്ചത് പ്ലീസ് റീവിസിറ്റ് ആഫ്റ്റർ സം ടൈം എന്ന് കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും കൂടി ബാക്ക് പോയിട്ട് വരുമ്പോൾ നമുക്കത് കിട്ടും. ഇതിലിപ്പം ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ECR എറർ ഫയലായിട്ടാണ് വാലിഡേഷൻ ഫെയിൽഡ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. എറർ ഫയൽ വന്നിട്ടുണ്ട്. അപ്പം അതിന് ആ എറർ ഫയലിന് ഒരു നോട്ട് പാഡ് അവിടെ കിടക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ അപ്ലോഡ് ചെയ്തതിൽ എന്തോ ഒരു എറർ ഉള്ളതുകൊണ്ടാണ് അതങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് ഒരു നോട്ട് പാഡ് ഓപ്പൺ ആയി വരും. അത് സേവ് ചെയ്തിട്ട് നമ്മൾ അതിലെന്താ എറർ എന്ന് വെച്ചാൽ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ നമ്മളത് കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഒന്നും കൂടി ആ നോട്ട് പാഡ് അപ്ലോഡ് ചെയ്യാം. സെയിം പ്രോസസ്സ് തന്നെ. ഒന്നും കൂടി നേരത്തെ എടുത്ത പേജ് എടുക്കുക. അതിൽ നോട്ട് പാഡ് കറക്റ്റ് ചെയ്തതിന് ശേഷം അത് അപ്ലോഡ് ചെയ്യുക. റിട്ടേൺ ടൈപ്പും കോൺട്രിബ്യൂഷൻ റേറ്റും അതെല്ലാം കൊടുക്കുക. അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരു സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും ECR അപ്ലോഡായി വാലിഡേഷൻ ഓക്കെ ആയിട്ട് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് അതിൽ അപ്ലോഡായി വരും. അപ്പം അതിൽ നമ്മൾ നമ്മുടെ വേജ് മന്ത് കറക്റ്റാണോ നോക്കുക. എന്നിട്ട് അപ്പം അതിൽ ഒരു PDF റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഒരു PDF ആയിട്ട് വന്നിട്ടുണ്ടാവും. ആ PDF നമ്മൾ ഓപ്പൺ ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് നമ്മളത് ചെക്ക് ചെയ്യുക. നമ്മുടെ കോൺട്രിബ്യൂഷൻ റേറ്റും മന്തും പിന്നെ ഓരോ എംപ്ലോയീസിൻ്റെ സാലറി, അവരുടെ NCP ഡേയ്സ്, കോൺട്രിബ്യൂഷൻ റേറ്റ് എല്ലാം ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കത് അപ്രൂവ് കൊടുക്കാവുന്നതാണ്. ചെക്ക് ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ മാത്രം അപ്രൂവ് കൊടുക്കുക. അപ്രൂവ് കൊടുത്താൽ പിന്നെ നമുക്ക് സപ്ലിമെൻ്ററി ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് അപ്രൂവ് കൊടുക്കുക. ഓക്കെ.